ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനകത്തുള്ള കോസസ് ഓഫ് ഡിസാസ്റ്റർ എന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഇതിലേത് രീതിയിൽ വേണമെങ്കിൽ എസ് എ ആയിട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. മിറ്റിഗേഷൻ വേണമെങ്കിൽ എസ് എ ആയിട്ട് ചോദിക്കാം, കോസസ് ഓഫ് ഡിസാസ്റ്റർ വേണമെങ്കിൽ എസ് എ ആയിട്ട് ചോദിക്കാം. അതിൻ്റെ ഇമ്പാക്റ്റ്, കോസസ് ആൻഡ് ഇമ്പാക്റ്റ് ഓഫ് ദ ഡിസാസ്റ്റർ എന്ന് വേണമെങ്കിൽ ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിപ്പം കോസസ് ഓഫ് ഡിസാസ്റ്റർ നോക്കാം. ഡിസാസ്റ്റർ പല ടൈപ്പുണ്ട്. ബയോളജിക്കൽ ഡിസാസ്റ്റർ ഉണ്ട്, നാച്ചുറൽ ഡിസാസ്റ്റർ ഉണ്ട്, മാൻ മെയ്ഡ് ഡിസാസ്റ്റർ ഉണ്ട്. ബയോളജിക്കൽ ഡിസാസ്റ്റർ എന്തോ നമുക്ക് ഇപ്പം നോക്കാം. ബയോളജിക്കൽ ഡിസാസ്റ്റർ നാച്ചുറലായിട്ടും ഉണ്ടാവും, മാൻ മെയ്ഡായിട്ടും ഉണ്ടാവും. നാച്ചുറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിപ്പ, ഡെങ്കിപ്പനി, പിന്നെ മലേറിയ, ഇതൊക്കെ നാച്ചുറലിൻ്റെ എക്സാമ്പിളാണ്. നാച്ചുറൽ ബയോളജിക്കൽ ഡിസാസ്റ്ററിൻ്റെ എക്സാമ്പിളാണ്. മാൻ മെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോളജിക്കൽ വെപ്പനായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ലബോറട്ടറിയിലേക്ക് വൈറസിനെയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ലബോറട്ടറി ആക്സിഡൻറ്റ് മൂലമൊക്കെ ഈ വൈറസ് ലീക്കായി പോവുകയും അതുമൂലം ഒരുപാട് ഡെത്ത് ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ മാൻ മെയ്ഡ് ബയോളജിക്കൽ ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ബയോളജിക്കൽ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവിങ് ഓർഗാനിസമോ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസമോ ഹ്യൂമൻസിലോ ആനിമൽസിലോ ഡിസീസ് ഉണ്ടാക്കുകയും അതുമൂലം വൻതോതിൽ ഡെത്ത് ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബയോളജിക്കൽ ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. നാച്ചുറൽ ബയോളജിക്കൽ ഡിസാസ്റ്റർ രണ്ട് തരത്തിലുണ്ട്, എപ്പിഡെമിക്കും പാൻഡമിക്കും. എപ്പിഡെമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പർക്കം മൂലം ഡിസീസ് പലരിലേക്കും സ്പ്രെഡായി പോകുന്നു. അങ്ങനെ ഈ ഡിസീസ് സ്പ്രെഡായി പോകുന്നതുകൊണ്ട് പലരിലേക്ക് സ്പ്രെഡായി പോകുന്നതുകൊണ്ട് ഒരുപാട് ഡെത്ത് ഉണ്ടാവാൻ കാരണമാകുന്നു. അപ്പോൾ അതുമൂലം എന്ത് സംഭവിക്കുന്നു, പോപ്പുലേഷൻ കുറയുന്നു. അത് മാത്രമാണോ, എക്കണോമിക് ആക്ടിവിറ്റിയുടെ തകർച്ചയ്ക്കും കാരണമാകുന്നു. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൻഡമിക് എന്ന് പറഞ്ഞാൽ ഈ പാൻഡമിക് ഒരു എപ്പിഡമിക് പോലെ തന്നെയാണ്. പക്ഷേ ഈ എപ്പിഡമിക് ഒരു പെർട്ടിക്കുലർ റീജിയനിൽ മാത്രമേ ബാധിക്കത്തുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിപ്പ ഒരു പെർട്ടിക്കുലർ റീജിയനിൽ മാത്രമല്ലേ ബാധിച്ചിട്ടുള്ളൂ. അതേസമയം ഈ പാൻഡമിക് ആണെങ്കിൽ പല രാജ്യങ്ങളെയും ഇത് ബാധിക്കും. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡ്-19 പല രാജ്യങ്ങളെയും ബാധിച്ചില്ലയോ, അതുമൂലം പല രാജ്യങ്ങളിലും ഒരുപാട് മരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാൻഡമിക് എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് നാച്ചുറൽ ഡിസാസ്റ്റർ നോക്കാം. നാച്ചുറൽ ഡിസാസ്റ്റർ പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നാച്ചുറൽ റിസോഴ്സസിനെ ഓവറായിട്ട് ചൂഷണം ചെയ്യുന്നതുകൊണ്ടും അതിനെ നശിപ്പിക്കുന്നതുകൊണ്ടും എന്ത് സംഭവിക്കുന്നു, എക്കോളജിക്കൽ ഇംബാലൻസ് ഉണ്ടാവുകയും അതുമൂലം ഡിസാസ്റ്റർ ഉണ്ടാവുകയും ചെയ്യുന്നു. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡിഫോറസ്റ്റേഷൻ. അപ്പോൾ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ സോയിലിനെയൊക്കെ പിടിച്ചു നിർത്താൻ അതിൻ്റെ റൂട്ട് സഹായിക്കും. പക്ഷേ ഇങ്ങനെ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുന്നതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, സോയിൽ ഇരോഷൻ നടക്കുന്നു, പിന്നെ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നു, ഫ്ലഡ് ഉണ്ടാവാൻ കാരണമാകുന്നു, പിന്നെ വരൾച്ചയൊക്കെ ഉണ്ടാവാൻ കാരണമാകുന്നു. അപ്പോൾ ഇതുപോലെ പല ഹ്യൂമൻ ആക്ടിവിറ്റീസ് മൂലം പല രീതിയിലും എന്തുണ്ടാവുന്നു, ഡിസാസ്റ്റർ ഉണ്ടാവുന്നുണ്ട്. അപ്പം ആദ്യം നമുക്ക് എർത്ത് കേക്ക് നോക്കാം. അപ്പോൾ എർത്ത് കേക്കിന് കാരണമാവുന്നത് ഈ ഹെവി കൺസ്ട്രക്ഷനൊക്കെ നടത്തുന്നതുകൊണ്ടും വലിയ ഡാംസൊക്കെ പണിയുന്നതുകൊണ്ടും ഈ റോക്സൊക്കെ വലിയ പാറക്കെട്ടുകളൊക്കെ ഇങ്ങനെ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നതുകൊണ്ട്, അതായത് കോറിങ് നടത്തുന്നതുകൊണ്ടും എന്ത് സംഭവിക്കുന്നു, ഈ എർത്ത് ക്രസ്റ്റിൽ സ്ട്രെസ് ഉണ്ടാവുകയും അതുമൂലം എർത്ത് കേക്ക് ഉണ്ടാവാൻ കാരണമാവുകയും ചെയ്യുന്നു. അടുത്തത് ലാൻഡ് സ്ലൈഡ് നോക്കാം. ലാൻഡ് സ്ലൈഡിന് കാരണമാകുന്ന എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് കുത്തനെയൊക്കെ റോഡ് പണിയുമ്പോൾ ഈ സോയിൽ ചെക്ക് ചെയ്യാതെ, അതായത് സോയിൽ വീക്കാണോ അല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്യാതെ റോഡ് പണിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു, ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുന്നു. പിന്നെ പ്രോപ്പറായിട്ടുള്ള ഡ്രെയിനേജസ് ഒന്നും ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു, ഈ സോയിലിൻ്റെ അടിയിൽ വാട്ടർ പ്രഷർ ഉണ്ടാവുകയും അതുമൂലം ലാൻഡ് സ്ലൈഡ് ഉണ്ടാവുകയും ചെയ്യുന്നു. പിന്നെയെന്ന് പറയുന്നത് ഡീഫോറസ്റ്റേഷനും ലാൻഡ് സ്ലൈഡിന് കാരണമാകുന്നുണ്ട്.
അടുത്ത ഫ്ലഡിന് കാരണമാകുന്ന എന്തൊക്കെയാണെന്ന് നോക്കാം. അവിടെയും ഡീഫോറസ്റ്റേഷനാണ് കാരണമായിട്ട് വരുന്നത്. അപ്പോൾ ഈ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വെള്ളമൊക്കെ വലിച്ചെടുക്കും. അപ്പോൾ അതുമൂലം ഈ സോയിലിലേക്ക് വെള്ളം ഇറങ്ങാൻ ഈ മരം, ഈ ട്രീസ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡീഫോറസ്റ്റേഷനൊക്കെ ഇങ്ങനെ ഒരുപാട് നടത്തുന്നതുകൊണ്ട് ഈ വെള്ളം സോയിലിലേക്ക് ഇറങ്ങിപ്പോവാതെ വരികയും അതുമൂലം ഫ്ലഡ് ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ അർബൻ ഏരിയയിലേക്ക് ഫ്ലഡ് ഉണ്ടാവാൻ കൂടുതലും കാരണമാവുന്നത് പ്രോപ്പറായിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ ഡ്രെയിനേജിൻ്റെ ഉള്ളിൽ സോളിഡ് വേസ്റ്റൊക്കെ ഒരുപാട് ഇങ്ങനെ അടിഞ്ഞു കൂടുന്നതുകൊണ്ട് ഈ വെള്ളം പോവാതെ വരികയും അതുമൂലം വെള്ളം പോവാതെ ബ്ലോക്കായി കിടക്കുകയും അതുമൂലം എന്ത് സംഭവിക്കുന്നു, ഫ്ലഡ് ഉണ്ടാവാൻ കാരണമാവുകയും ചെയ്യുന്നു. അടുത്ത് നമുക്ക് ഡ്രോട്ടിന് കാരണമാവുന്ന എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ആദ്യത്തെ സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്നത് ഈ പോപ്പുലേഷൻ ഗ്രോത്തൊക്കെ ഒരുപാട് ഉണ്ടാവുന്നതുകൊണ്ടും പിന്നെ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടും ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടും ഒരുപാട് വെള്ളം വേണ്ടി വരുന്നു. അപ്പോൾ അത് വാട്ടർ മാനേജ്മെൻറ്റ്, എൻവയോൺമെൻറ്റ് മാനേജ്മെൻറ്റിന് അതൊരു വലിയൊരു ചലഞ്ചായി മാറുന്നു. അപ്പം ഈ അടുത്ത സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്നത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കാരണം ഒരുപാട് ഗ്രീൻ ഹൗസ് ഗ്യാസസിൽ ഒരുപാട് അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ആവുകയും അത് കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണമാവുകയും ചെയ്യുന്നു. അതായത് ഈ മഴ ലഭിക്കാതെ വരികയും അതുമൂലം എന്തുണ്ടാവുന്നു, ഡ്രോട്ട് ഉണ്ടാവുന്നു. ഇനി മാൻമെയ്ഡ് ഡിസാസ്റ്ററാണ് പഠിക്കാനുള്ളത്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.